ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് യേശുതമ്പുരാൻ അവരുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിന് ഒടുവിൽ യേശുതമ്പുരാൻ മാർത്തയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സുവിശേഷത്തിലെ ശ്രദ്ധേയമായ പ്രസ്താവനകളിൽ ഒന്നാണ് ഇത്. യാക്കോബ് 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ ശ്ലീഹ നമ്മോട് പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും ഭക്ഷിക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ അവരുടെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായത് ഒന്നും നൽകാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഇങ്ങനെ വിശ്വാസം പ്രവൃത്തിയില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായ വിശ്വാസത്തിൽ ബലപ്പെട്ട് ആ വിശ്വാസം പ്രവൃത്തി രൂപത്തിൽ ആക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഒരുവൻ മരിച്ചാലും ജീവിക്കുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ ലോകത്ത് നിന്ന് നീങ്ങിപ്പോയാലും ആത്മാവിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൽ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.